ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന അമ്പലത്തിലേക്ക് പോയി വരികയാണ്. വീട്ടിലെത്തിയതും കാണുന്നത് പോകാൻ ഇറങ്ങുന്ന അച്ചുവിനെയാണ്. അർച്ചനയ്ക്കപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അർച്ചന അച്ചുവിൻ്റെ അടുത്തേക്ക് പോയി, മോനെ വായോ, നീ എന്താ എന്നോട് പറയാതെ വന്നത്? ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവാം, വായോ എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അച്ചുവിനെ തൊടുകയാണ്. അച്ചു അപ്പോൾ അർച്ചനയുടെ കൈകൾ മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ പോവുകയാണ്, ഇതുവഴി പോയപ്പോൾ ഇവിടെ കയറിയെന്നേ ഉള്ളൂ, ഇനി എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അച്ചു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് ശരിയാ, നിനക്ക് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, നീ വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഞാൻ ഈ അമ്പലത്തിലേക്ക് പോവില്ലായിരുന്നു. അങ്ങനെ അർച്ചന പറയുമ്പോൾ അങ്ങോട്ടേക്ക് മഞ്ജുവും വരികയാണ്. അച്ചു അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മേനോൻ സാറിന്റെ വീട് എന്തിനാണ് അയാൾക്ക് ചേച്ചി വാടകയ്ക്ക് കൊടുത്തത്? അയാളും ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചേച്ചി ആ വീട് വാടകയ്ക്ക് കൊടുത്തത്? പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം. അവളുടെ ഭാര്യ ചേച്ചിയുടെ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതല്ലേ? ആ സ്ത്രീ ചേച്ചിയെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞു പരത്തിയത്. എല്ലാം അറിഞ്ഞുകൊണ്ടും ചേച്ചി അയാൾക്ക് വീട് കൊടുക്കാൻ പാടില്ലായിരുന്നു. അയാൾ വലിയ സാഹിത്യകാരനൊക്കെ ആയിരിക്കും, പക്ഷേ അയാളുടെ ഭാര്യ ചേച്ചിയെ കുറിച്ച് അപവാദ പ്രചാരണങ്ങൾ നടത്തുകയും കാരണവുമില്ലാതെ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപിടിക്കാൻ ചേച്ചിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് ആലോചിക്കണം. കേട ഭാര്യ ചേച്ചിയെ പറ്റി അനാവശ്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും അയാളെ അവിടെ താമസിപ്പിക്കുന്നത് ശരിയാണോ? ചേച്ചിക്ക് ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. ഇനി ആ ജെക്ക് അവിടെ താമസിപ്പിക്കണ്ട, എന്തായാലും വീടൊഴിയണം. അയാൾ അവിടെ താമസിച്ചാൽ ശരിയാവില്ല, ചേച്ചിക്ക് ചീത്തപ്പേരുണ്ടാവും. നച്ചു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ പറഞ്ഞില്ലെങ്കിലും അയാളോട് ഞാൻ ആ വീടൊഴിയാനായി പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച വരെ അയാൾക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട്. ഇതിനകം അയാൾ വീടൊഴിയണം. അയാളുടെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. വീടൊഴിയാൻ പറഞ്ഞ സ്ഥിതിക്ക് വീടൊഴിയണമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇനി അങ്ങനെ ആവട്ടെ, ഞാൻ ആ ജെക്ക് പോയി കണ്ടിരുന്നു. അയാൾ വീടൊഴിയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ചേച്ചി പറഞ്ഞ സമയത്ത് അയാൾ വീടൊഴിഞ്ഞില്ലെങ്കിൽ ചേച്ചിക്ക് പോലീസിന്റെ സഹായം തേടാം, അയാളെ ഒഴിപ്പിക്കാൻ ഞാനും വരാമെന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ചേച്ചിയും അർച്ചനയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെല്ലാം അപ്പോഴാണ് മഞ്ജു അങ്ങനെ അറിയുന്നത്. അച്ചു പോയതിനു ശേഷം അർച്ചന അങ്ങനെ നിൽക്കുന്ന സമയത്ത് മഞ്ജു അടുത്തേക്ക് വന്ന് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ജെകെ സാറിനെ വീടൊഴിപ്പിക്കുന്ന കാര്യമാണോ അച്ചു പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എല്ലാം നീ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ചോദിക്കുന്നതെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇങ്ങനെ എഗ്രിമെന്റ് വെച്ച് വാടകയ്ക്ക് കൊടുത്ത വീട് പെട്ടെന്ന് അങ്ങനെ ഒഴിയാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളാരാണെന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. അപ്പോൾ അയാളാണല്ലേ ജെകെ, ഇനി ഞാൻ നിങ്ങൾക്കുള്ള പണി തരാമെന്ന് മനസ്സിലങ്ങനെ മഞ്ജു ചിന്തിക്കുകയാണ്. പിന്നീട് അർച്ചന അങ്ങനെ ടെൻഷനോടെ ഹാളിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദനും രമ്യയും മഞ്ജുവും കൂടി വരുന്നത്. മുകുന്ദൻ അപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ജെകെ വീടൊഴിപ്പിക്കുന്ന കാര്യം പറയാനാണോ അച്ചു വന്നത് ചേച്ചി എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ അതെ, അവൻ അവിടെ പോയി ജെകെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അർച്ചന പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി ഞാൻ വിചാരിച്ചു അച്ചു വന്നത് മുകുന്ദനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാനാണെന്ന്. ആകെ പേടിച്ചുപോയി, മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന സംശയം കൊണ്ട് അപ്പൊ തന്നെ ഞാൻ വേഗം പോയി മുകുന്ദനെ ഒളിപ്പിച്ചു. അല്ല എന്നുണ്ടെങ്കിൽ അത് മുകുന്ദനും രമ്യയും പറയട്ടെ, ഇവിടെ ഉള്ളിടത്തോളം കാലം മുകുന്ദനെ അച്ചു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മഞ്ജു നീയൊന്ന് നിർത്ത്, അച്ചു വന്നത് ഇവനെ അറസ്റ്റ് ചെയ്യാനല്ല എന്നത് നിനക്ക് മനസ്സിലായതല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, അച്ചുവിന് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല ചേച്ചി, നമുക്കൊക്കെ അങ്ങനെ തോന്നുന്നതാണെന്ന് രമ്യ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ആ തോന്നലില്ല, മഞ്ജുവിന് മാത്രമുള്ള തോന്നലാണ് അതെന്ന് പറയാണ്. അതിനുശേഷം മുകുന്ദൻ വീണ്ടും അർച്ചനയോട് ജെകെ വീടൊഴിപ്പിക്കുന്നതിന്റെ കാര്യം പറയാണ്. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ച് നിൽക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ശനിയാഴ്ച എന്നുണ്ടെങ്കിൽ അയാൾ വീടൊഴിഞ്ഞിരിക്കും, ഇനി അയാൾ വീടൊഴിഞ്ഞില്ലെങ്കിൽ അന്ന് അച്ചു വന്ന് അയാളെ വീടൊഴിപ്പിക്കും, എന്തായാലും ശനിയാഴ്ച ആവട്ടെ, നമുക്ക് അപ്പൊ നോക്കാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മുകുന്ദനും രമ്യയോട് പറഞ്ഞ് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ രമ്യയോട് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ആ ജെകെ ആരാണെന്നറിയോ, ഈ ജെകെയുടെ ഭാര്യയാണ് ചേച്ചിയുടെ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതെന്നൊക്കെ മഞ്ജു അങ്ങനെ രമ്യയോട് പറഞ്ഞ് എരുതിയിൽ എണ്ണൊഴിച്ചു കൊടുക്കുകയാണ്. അതോടെ രമ്യയ്ക്കും ചെറുതായി അർച്ചനയെ സംശയം തോന്നുകയാണ്. അതോടെ മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും മതി, ഇനിയാണ് അർച്ചനേച്ചി പ്രതിസന്ധിയിലാവാൻ പോകുന്നതെന്ന് മഞ്ജു അങ്ങനെ ഓർത്ത് സന്തോഷിക്കുകയാണ്. അതിനുശേഷം അർച്ചന അങ്ങനെ ഓഫീസിലെ പേപ്പേഴ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. ചിന്നു വളരെ സങ്കടത്തോടെയാണ് അർച്ചനയോട് സംസാരിക്കുന്നത്.
പറയുന്നത്, അമ്മേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഞാൻ കോളേജിൽ വെച്ച് JK അങ്കിളെ കണ്ടിരുന്നു. അങ്കിള് വളരെ സങ്കടത്തോടെയാണ് എന്നോട് സംസാരിച്ചത്. അമ്മയും അങ്കിളും തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിന്റെ പേരിൽ എന്തിനാണ് അങ്കിളിനെ വീടൊഴിപ്പിക്കുന്നത്? ഞാൻ കാരണമല്ലേ അങ്കിളിനെ ഈ വീട് കിട്ടാൻ ഇടയായത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തിനാണ് അമ്മയും അമ്മാവന്മാരും കൂടി അങ്കിളിനെ ആ വീട് ഒഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നതെന്ന് ചിന്നു അങ്ങനെ അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, മോളെ ഈ കാര്യത്തിൽ നീ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നിന്റെ കുഞ്ഞമ്മാവൻ എന്തായാലും JK വീട് ഒഴിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നിയെന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ശരി അമ്മേ, JK എന്ന വ്യക്തിയെ നിങ്ങൾക്കിവിടെ ആർക്കും ഇഷ്ടമല്ലെന്നറിയാം. പക്ഷേ അതൊരു എഴുത്തുകാരനല്ലേ, അതിന്റെ ഒരു ബഹുമാനമെങ്കിലും നിങ്ങൾ കൊടുക്കണ്ടേ. അമ്മ ഇന്നേ വരെ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എല്ലാ കാര്യത്തിലും ഞാൻ അമ്മയെ യോജിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അമ്മയിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ചിന്നു അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ അർച്ചന അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അർച്ചന അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാക്കിൽ വന്ന് JKയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. അർച്ചനയെ കണ്ട് JK ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ മോള് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ആരാണെന്ന് പോലും അറിയാതെ അർച്ചന പറയുന്നുണ്ട്, ഇല്ല മോളിന്ന് വന്നില്ല, അവൾക്കിന്ന് കോളേജ് ഇല്ല, അതുകൊണ്ട് അവൾ വന്നില്ല. നിങ്ങൾ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. JK കാണുന്നതും അർച്ചന നിങ്ങളായിരുന്നോ എന്ന് ദേഷ്യപ്പെട്ട് അങ്ങനെ ചോദിക്കുകയാണ്. JK അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളുടെ മോള് നല്ലൊരു കുട്ടിയാണ്, അതുകൊണ്ടാണ് അന്വേഷിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് JK അങ്ങനെ ദേവിയെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ ദേവി, എനിക്ക് സമാധാനം തന്നില്ലെങ്കിലും എൻ്റെ അയൽപ്പക്കത്തുള്ളവർക്ക് സമാധാനം കൊടുക്കണേ, എങ്കിലേ എനിക്കും സമാധാനം ഉണ്ടാവൂ എന്ന് പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് അർച്ചനയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോഴേക്കും JK ആണെങ്കിൽ അർച്ചനയുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വക്കീലെ ഒന്ന് നിൽക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പോലീസ് ആംഗളയെ വിട്ടയച്ചാലൊന്നും ഞാൻ ആ വീടൊഴിയുമെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ എഗ്രിമെന്റ് കഴിയാതെ ഞാൻ ആ വീടൊഴിയില്ലെന്ന് JK അങ്ങനെ അർച്ചനയോട് പറയുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ശനിയാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് ഒഴിഞ്ഞിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാര് അതിൽ ഇടപെടും. അമ്പലമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ശത്രു സംഹാര പൂജയ്ക്ക് കൊടുത്ത പ്രസാദം വാങ്ങാനായി പോവുകയാണ്. പ്രസാദവും വാങ്ങി അർച്ചന അങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം JK തൊഴുതതിനു ശേഷം ശത്രു സംഹാര പൂജയ്ക്ക് കൊടുത്ത പ്രസാദം വാങ്ങാനായി പോവുകയാണ്. അങ്ങനെ പ്രസാദം വാങ്ങിച്ച് കുറി തൊടാനായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശത്രു സംഹാര പൂജ മാറിപ്പോയെന്നും അത് അർച്ചനയുടേതാണെന്നും JKക്ക് മനസ്സിലാവുന്നത്. JK അപ്പൊ തന്നെ അത് പൂജാരിയോട് പറയുന്നുണ്ട്. തിരുമേനി അപ്പൊ പറയുന്നുണ്ട്, അയ്യോ ഇന്നാകെ 2 ശത്രു സംഹാര പൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മാറിപ്പോയതാണ്. നിങ്ങളും അർച്ചന വക്കീലും നല്ല പരിചയമുള്ള ആൾക്കാരല്ലേ, വേഗം പോയി വക്കീലിന്റെ അടുത്ത് നിന്നും ആ പ്രസാദം തിരിച്ചു വാങ്ങിച്ചോളൂ എന്ന് തിരുമേനി അങ്ങനെ പറയാണ്. JK എന്നിട്ട് അപ്പൊ തന്നെ അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അർച്ചന അങ്ങനെ സ്കൂട്ടിയിൽ കയറാനായി നിൽക്കുന്നതും JK അവിടേക്ക് വരികയാണ്. JK വീണ്ടും വരുന്നത് കണ്ട് അർച്ചന പറയുന്നുണ്ട്, നിങ്ങള് പിന്നെയും വന്നോ, നീയും എനിക്ക് വീടിന്റെ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഇപ്പൊ വന്നത്, എന്റെയും നിങ്ങളുടെയും പ്രസാദം തമ്മിൽ മാറിപ്പോയി, അത് തരാനാണ് വന്നതെന്ന് JK അങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവര് തമ്മിൽ പ്രസാദം അങ്ങനെ കൈമാറുന്നുണ്ട്. അങ്ങനെ അർച്ചന വീണ്ടും വണ്ടിയെടുത്ത് പോവാനായി നിൽക്കുമ്പോഴാണ് ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടി അർച്ചന അങ്ങനെ വീഴാൻ പോകുന്നത്. അങ്ങനെ JK തട്ടി JKയും അർച്ചനയും ഒരുമിച്ച് അങ്ങനെ താഴെ വീഴുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രവിശങ്കർ വക്കീൽ വരുന്നത്. JK അപ്പോ വീണടുത്ത് തന്നെ അർച്ചനയോട് പറയുന്നുണ്ട്, എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തീർക്കണം, അല്ലാതെ ഇങ്ങനെ എന്നെ വീഴ്ത്തുകയല്ല ചെയ്യരുത് എന്ന് അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, സോറി, ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടി വീഴാൻ പോയതാണ്, അതിന് വീണ്ടും ഞാൻ സോറി പറയുന്നു എന്ന് അർച്ചന അങ്ങനെ പറയാണ്. JK അപ്പോ നിലത്ത് കിടന്ന പ്രസാദം എടുത്ത് അർച്ചനയുടെ കയ്യിൽ കൊടുത്ത് എസ് യുവർ ഓണർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട രവിശങ്കർ ആണെങ്കിൽ ഓഫീസിൽ വന്ന് മുള്ളും മുനയും വെച്ച് കൂട്ടി അങ്ങനെ വിജയ് ശങ്കറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് വിജയ് ശങ്കർ ആണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ശങ്കർ അങ്ങനെ വിജയ് ശങ്കറിനോട് എരിവും പുളിയും കൂട്ടി വീണ്ടും ഇവര് വീണതിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങനെ വിജയ് ശങ്കറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ആ സമയത്ത് തനിക്കൊരു വീഡിയോ എടുക്കാമായിരുന്നില്ലേ, എങ്കിൽ പിന്നെ ഇത് ഞാൻ കൈകാര്യം ചെയ്തേനെ, എന്തായാലും ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇപ്പൊ തന്നെ ഇതെല്ലാം ആ JKയുടെ ഭാര്യ മധുബാലയെയും താൻ വിളിച്ചറിയിച്ചേക്ക് എന്നങ്ങനെ വിജയ് ശങ്കർ രവിശങ്കറിനോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.